നമുക്ക് ചോര ഒക്കെ കട്ടച്ചോര. ചോര ആകാതെ മുറിച്ചാണ്. നല്ല ഇവിടെ ഇരിക്കട്ടെ. ക്ലീൻ ആക്കി എടുക്കാം. വായി തെറിപ്പിക്കാൻ പറ്റുമോ? സ്കിന്നൊക്കെ നമ്മള് നമ്മള് കട്ട് ചെയ്തെടുത്ത അപ്പൊ അതുകൊണ്ട് നമ്മളതിന്റെ തല സൂപ്പർ തല വെട്ടി വെച്ചത് എല്ലൊക്കെ കൂടെയുള്ള ജ്യൂസിനെസ് വരുമ്പോഴാണ് ഫ്ലേവർ കൂടുതൽ കിട്ടുക. കണ്ടോ അതിൻ്റെ ഭാഗം. പിന്നെ നമ്മളതിൻ്റെ അത്യാവശ്യം ഫ്രഷോട് കൂടിയിട്ട് ഇച്ചിരി എല്ല് പീസുകൾ തല വെട്ടിയത് ഒക്കെ കൂടിയിട്ട് മിക്സായിട്ട് നമുക്ക് റെഡിയുള്ളൂ. തല അല്ലേ എല്ലാം വെട്ടി കഴുകിയെടുത്താണ്. അടിപൊളി മീൻകറി ഉണ്ടാക്കാം അല്ലേ. മസാലയ്ക്കായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെന്താ പിന്നെ കുറച്ച് സാലത്ത്, ചെറുള്ളി ഒന്ന് ചതച്ചിട്ടെടുക്കാം. ചതച്ചെടുത്തു. ഇത് ചതച്ചെടുത്ത കാരണം എന്താ? എന്തിനാ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവർ വേറെയാണ്, അരിഞ്ഞെടുക്കുന്നത് ഫ്ലേവർ വേറെയാണ്. മനസ്സിലായില്ലേ? ചതച്ചെടുക്കുമ്പോൾ അതിന്റെ ജ്യൂസ് എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ. അപ്പൊ നമുക്കൊരു എന്താണ് ഉണ്ടാക്കാൻ പോണേ? എന്ത് മീൻകറിയാണ്? അടിപൊളി മീൻകറി അല്ലേ? ഒരു നാടൻ മീൻകറി. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. മീൻകറിക്ക് ഇച്ചിരി ഓയിൽ കൂടുതൽ ഒഴിക്കണം. എന്തൊഴിക്കണം? അല്ലാണ്ട് ആ മസാല കറക്റ്റായിട്ട് കുക്കായിട്ട് വരുള്ളൂ. കടുക് എണ്ണ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക്. അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത പൊട്ടിയിട്ടുണ്ട്. പൊട്ടിപ്പേക്ക് നമ്മൾ ചതച്ചെടുത്ത് കൊടുത്ത ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കരിയാപ്പില, ഇതെല്ലാം കൂടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മൾ ഫ്രഷായിട്ട് ചതച്ചെടുത്ത സാധനമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹാർഡ് ആൻഡ് നൂഡിൽസിൻ്റെ പാനാണ്, കടായിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മെറ്റലിൻ്റെ പാനൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്കത് ഇളക്കാം. ഇതുണ്ടോ ഏകദേശം ഒന്ന് മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചു. ഇതിലേക്ക് നമ്മൾ ഒത്തിരി ഇത് മൂപ്പിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ടു 1 തൊട്ട് 2 സ്പൂൺ എത്ര എരിവിന് വേണ്ടതെന്നുള്ള ചില്ലി പൗഡർ. നമ്മളൊരു 1.5 സ്പൂണ് ചില്ലി പൗഡർ, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ട് അങ്ങനെ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ്, 1.5 സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇട്ടിട്ട്. ഒത്തിരി മല്ലിപ്പൊടി വേണ്ട, മല്ലിപ്പൊടി ഇടാതെ വെക്കാം, മല്ലിപ്പൊടി ഇട്ടിട്ടും വെക്കാം. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. 2-3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോണേ. കറിക്കൊരു കൊഴുപ്പിനും കളറിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ആ എണ്ണയിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലപ്പൊടി ഇട്ടേക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുടംപുളീനെ നമ്മൾ തിളപ്പിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ തിളപ്പിച്ച് പുളി ഇറങ്ങിയ കണ്ടില്ലേ, ആ കുടംപുള്ളി നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മളൊരു 4-5 കുടംപുള്ളീൻ്റെ പീസസാണ് ഇട്ടിട്ട് തിളപ്പിച്ചേക്കണം. മസാല മൂത്ത് വന്ന് മുളക് പൊടിയൊക്കെ കരിഞ്ഞിട്ടില്ല. കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുടംപുള്ളീൻ്റെ വെള്ളം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല കളറിലായി. ഇനി ഇതൊന്ന് തിളച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി തീ കൂട്ടി വെക്കട്ടെ. ആ മീന് നമ്മളെടുത്ത മീൻ ആവശ്യമുള്ള നമ്മളിപ്പോൾ ഇത്രയും മീൻ ആണ് എടുത്തേക്കണേ. ഇത് ഏകദേശം ഒരു 1 കിലോ 1.25 കിലോൻ്റെ മീനുണ്ട്. 1.25 കിലോ മീനിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് പിന്നെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയിലേക്ക്. കാശ്മീരി മുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ആവശ്യത്തിന് കുറച്ചുകൂടെ കല്ലുപ്പ്, പൊടിയുപ്പ് ചേർക്കാം. പക്ഷെ നമ്മൾ കല്ലുപ്പ് അതിനാണ് ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത്. നല്ല ഗ്രേവി വന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തോടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവിക്കായിട്ടുള്ള നല്ല കൊഴുത്ത പിന്നെ മസാലയാണ് നമുക്ക് റെഡി ആയിട്ടുള്ളത്. അപ്പം അതിന് പാകത്തിനായിട്ടുള്ള ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഉണ്ടോ? തിളച്ച് വെള്ളം ഒഴിച്ചു. നോക്കിയേ, മീൻചാറ് നോക്കിയേ, ഏകദേശം മീൻചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻചാറ് ഒന്നോടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ വെക്കും. പിന്നെ കോട്ടയം സ്റ്റൈലൊക്കെ ആണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും സാധാരണ ചേർക്കാറില്ല. പിന്നെ ചില സ്ഥലത്ത് ചിലപ്പോൾ കായപ്പൊടി ചേർക്കുന്നവരുണ്ട്.
അപ്പോൾ ഓരോ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലി നമ്മൾ കണ്ടമാനം ചേർത്തിട്ടില്ല. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഗ്രേവി ഒന്നുകൂടെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിലേക്ക് നമുക്ക് ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീനിൻ്റെ തലയെല്ലാം ഉണ്ട്. അപ്പോൾ തലയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചില അതിൻ്റെ മുള്ള് ഭാഗങ്ങളും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ മുള്ളില്ലാതെ വെട്ടിയെടുത്ത പീസസും ഉണ്ട്. പക്ഷേ കുറച്ച് മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സോസ് അതിൻ്റെ ഗ്രേവി നല്ല ഒന്നുകൂടെ ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറീൻ്റെ എല്ലാം നമ്മൾ മീൻ തിളച്ച് വന്ന ചാറിലേക്ക് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. ഈ ഒരു മീനിൻ്റെയും പ്രത്യേകത ഇത് പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകണ മീനൊന്നുമല്ല. നെയ്മീനൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഇത് അവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് അങ്ങനെ പൊടിയുന്ന ഒരു മീനൊന്നുമല്ലല്ലോ പറ്റിയ മോദയൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടിയാതെ കിട്ടും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണമെങ്കിലൊക്കെ പറ്റും. ഇങ്ങനെ അല്ലാത്ത മീനുകളെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. നോക്കിക്കേ, നമുക്കിതിൽ മീനിൻ്റെ ഫ്രഷ്നെസ് കാണാം. എങ്ങനെയാണ് ഫ്രഷ്നെസ് മനസ്സിലാവണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആ മീനിട്ട് ആ മീനൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മീനിൻ്റെ കളറ് നോക്കിക്കേ, ഒരു മിൽക്കി പാലിൻ്റെ കളറിലേക്ക് മാറി, മിൽക്കി വൈറ്റ് കളറിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ മിൽക്കി ഇത് ഇപ്പോൾ വെള്ളം തട്ടാത്ത മീനുണ്ടെങ്കിൽ മിൽക്കി വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മീൻ നല്ല ഫ്രഷ് മീനാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് അത്രയും കളർ മീനിന് കിട്ടില്ല, ഫ്രഷ്നെസ് ഉള്ള അല്ലാത്ത മീനാണെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പിങ്ക് കളറിലേക്കൊക്കെ മീൻ മാറിപ്പോവും. അപ്പോൾ നമുക്ക് മനസ്സിലാകാം മീൻ ഇച്ചിരി പഴയ മീനാണെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ പുതിയ മീനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. മീൻ തിളച്ച് അതിൻ്റെ ഒരു നെയ്യും കൂടി അതിലേക്ക് ഇങ്ങനെ പതച്ച് മേലേക്ക് കയറി വരും. അതോടൊപ്പം തന്നെ മീനിൻ്റെ ഫ്ലഷ് കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും നല്ല മിൽക്കി വൈറ്റ് കളർ. പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വൈറ്റ് കളറിലേക്ക് അതിൻ്റെ ഫ്ലഷ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മരുന്നൊന്നും ഇടാത്ത ഐസിൽ ഒന്നിട്ട് നശിപ്പിക്കാത്ത പുതിയ മീനാണെന്നറിയാം. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് മീൻ പിടിച്ചെടുത്ത് തന്നെ രാവിലെ നമ്മുടെ സുഹൃത്ത് പോയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ സുഹൃത്ത് മേടിച്ചിട്ട് വന്നതാണ്. അതിരാവിലെ തന്നെ ഫ്രഷായിട്ട് പിടിച്ചിട്ട് വന്ന വറ്റാം. അതിൻ്റെ ഫ്രഷ്നെസ്സിനോട് കൂടി തന്നെ ഐസിലൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ ജെൽ പാക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് എത്തിച്ച സാധനമാണ്. അപ്പോൾ അങ്ങനെ എത്തിച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ്സിനെ കുറിച്ച് പ്രത്യേക ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ നീലഗിരി ഏരിയയിൽ അല്ലെങ്കിൽ വയനാടിനോടടുത്ത നീലഗിരി പ്രദേശത്ത് നമുക്ക് ഇത്രയും ഫ്രഷായിട്ടൊരു മീൻ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം അത്യാവശ്യം മരുന്നൊക്കെ ഇട്ട് 1 മാസം 2 മാസം തുടങ്ങി 6 മാസമൊക്കെ പഴക്കത്തിൽ അവിടെ ഇവിടെ ഇരുന്ന മീനുകളൊക്കെ ആയിരിക്കും. പഴകിയ മീൻ ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ മീൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നത്. പക്ഷേ ഫ്രഷായ മീനായിരിക്കണം വെക്കണം. പഴകിയ മീനെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടും കാര്യമില്ലല്ലോ, അത് ഓൾറെഡി അത് സ്പോയിലേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ 1 മാസം 2 മാസം 3 മാസം 4 മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണോണ്ട് മീൻ കുഴപ്പം വരില്ല. പക്ഷേ അത് കെമിക്കൽ ഇടാതെ സ്റ്റോർ ചെയ്ത മീനായിരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് കെമിക്കൽ ഇടാത്ത സ്റ്റോർ ചെയ്ത് വെച്ച മീനാണ്. ഇനി നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പുറകെ പല തരത്തിലുള്ള ഫ്രഷ് മീനുകളാണ് നമുക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ നമുക്ക് എത്തിച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഫ്രഷ് മീൻ കിട്ടുക അവിടെ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറി വെച്ച വീഡിയോസ് ഇനി നമ്മുടെ സുഹൃത്തിന് കാണാൻ പറ്റുള്ളൂ. എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ വരുന്നുണ്ട്. കറി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചൂടിലിരുന്ന് വന്നോളും. ഏകദേശം ഒരു നമ്മുടെ മീൻ കറിയുടെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കുറേ നേരത്തെ തിളപ്പിക്കണ്ട, നമ്മളൊന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് മീൻ കറി സെറ്റായിട്ട് വന്നത്. ആവശ്യത്തിന് വെന്ത് അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് സോൾട്ടോടെ ഒന്ന് നോക്കിയാൽ മതി. പുളിയും ഉപ്പും അസാധ്യമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതായത് നമ്മൾ വെച്ച മസാലേൻ്റെയോ നമ്മൾ ചേർത്ത സാധനങ്ങളുടെയോ ഒന്നും അല്ല പ്രത്യേകത, പക്ഷേ മീനിൻ്റെ ഫ്രഷ്നെസ്സാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല മീൻ കറി വെക്കണമെങ്കിൽ അത് ടേസ്റ്റി ആയിട്ട് വരണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്ക് വേണ്ടത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ്. അതുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് ഇന്ന് മൂടി വെച്ച് ഇച്ചിരിയോടെ കഴിയുമ്പോഴേക്കും കഴിക്കാനാവും. എൻ്റെ ഒപ്പം നമ്മൾ കപ്പ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കപ്പ ഒഴുകുന്നുണ്ട് ഫ്രഷായിട്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നമ്മളിത് കഴിച്ച് കാണിക്കുന്നതാണ് എങ്ങനെയുണ്ടെന്ന്. മീൻകറി റെഡിയായപ്പോഴത്തേക്ക് ഞാനിവിടെ കപ്പപ്പുഴുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കപ്പപ്പുഴുക്ക് മീൻകറി കഴിക്കാം. അപ്പോൾ ഞാൻ കപ്പപ്പുഴുക്ക് നന്നായി നമ്മൾ നാടൻ കപ്പപ്പുഴുക്കാണ്. എന്ത് കപ്പയായിരുന്നു ഇത് നാടൻ കപ്പപ്പുഴുക്ക്. നമ്മളിവിടെ നട്ട കപ്പയല്ലേ? നമ്മൾ നട്ട കപ്പയാണ്. പുഴുങ്ങിയത് നാടൻ മുഴുക്ക്. പണ്ടൊക്കെ നമ്മളിങ്ങനെയാണ്. ഇത് ബിരിയാണി കപ്പയല്ല. എനിക്ക് ഇങ്ങനെ പുഴുങ്ങിയ ഇഷ്ടം. ചെണ്ടനെ കാട്ടി വിളമ്പിട്ടിട്ട് ഇത് മീൻകറി കൂട്ടി തിന്നാൻ. മീൻകറി കൂട്ടി തിന്നാം. കപ്പപ്പുഴുക്കും മീൻകറി കൂടെ തിന്നു നോക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ വേറെ കപ്പ ഒഴിക്കുന്നതാണ്. മീൻകറി നോക്ക് സെറ്റായോ? തിളച്ച്
എണ്ണയൊക്കെ തെളിഞ്ഞാൽ നോക്കി അടിപൊളിയല്ലേ. നമുക്കിത് ഇച്ചിരി ഒന്ന് സെർവ് ചെയ്യാം. നോക്ക് നോക്ക് ആ പാടം നോക്ക്, എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ട് കണ്ടോ കണ്ടോ കണ്ടോ. കപ്പയ്ക്കാണ് അപ്പോൾ ഇച്ചിരി ചാറ് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. കഴിച്ചു നോക്കല്ലേ നമുക്ക് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന്. മീനൊന്നും നോട്ടെ കണ്ടോ.